ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെയറിൻ്റെ ഒരു കുട്ടി ഹാക്കുമായിട്ടാണ്. ഇപ്പോൾ നോർമലി ഞാൻ ഒരു ഹെയറിൻ്റെ ഹാക്ക് ചെയ്യാറുണ്ട്. അതാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് ഓൾറെഡി എൻ്റെ നെറ്റി കുറച്ച് കയറിയിട്ടാണ്. അപ്പോൾ നെറ്റ് കയറിയപ്പോൾ ഞാൻ ചില ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുമ്പോൾ എനിക്കത് വളരെ അഭംഗി തോന്നാറുണ്ട്. അപ്പോൾ പിന്നെ അതുമല്ല, എൻ്റെ ഇവിടെയും കുറച്ച് സ്കാൽപ്പ് കാണുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇവിടെയൊക്കെ എനിക്ക് സ്കാൽപ്പായിട്ട് കാണുന്നുണ്ട്. ഹെയർ എൻ്റെ തിൻ ഹെയറാണ്, അതുപോലെ നല്ല ഹെയർ ലോസും ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ സ്കാൽപ്പ് വിസിബിളായിട്ട് ചില ഏരിയയിൽ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ നോർമലി പുറത്ത് പോകുമ്പോൾ ചില ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ പോണി കെട്ടുവാണെങ്കിൽ എനിക്ക് ഇതുപോലെ ഹെയർ ഇവിടെയൊക്കെ ഗ്യാപ്പ് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ നോർമലി ഇതുപോലത്തെ ഒരു പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഇത് റെനിയുടെ കവറപ്പ് എന്നുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇതെന്ന് വെച്ചാൽ എങ്ങനെയാണ് പ്രൊഡക്റ്റ് ഉണ്ടാകുക, നമ്മളെ ബ്ലാക്ക് ഐ ഷേഡോ അതൊക്കെ പോലെയാണിത്. ഇതിനൊരു മിററും ഉണ്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതുപോലത്തെ ഒരു സ്പാച്ചുലയാണ് ഇതിന് ഉള്ളത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഹെയർ ഇവിടെയൊക്കെ കവർ ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് കാണാം, ഇതാ ഇതുപോലെ ഇത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇതിനെ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾക്ക് എവിടെയാണോ, നമ്മുടെ ഏത് ഏരിയയിലാണ് ഹെയർ കുറവ്, നമ്മൾ സ്കാൽപ്പ് കാണുന്നതെങ്കിൽ അവിടത്തേക്ക് നന്നായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾക്ക് ലോങ് നെറ്റിയൊക്കെ ഉള്ളവർക്ക് ഇതുപോലെ അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നല്ലപോലെ ഉള്ളു കാണുന്ന നെറ്റി ഉള്ളവർക്കും ഇതുപോലെ നമ്മൾക്കിത് നന്നായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ജസ്റ്റ് കവറായില്ലേ. ഇനി കുറച്ചുകൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി പ്രൊഡക്റ്റ് എടുത്തിട്ട് നല്ലപോലെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമുക്ക് കാണാൻ പറ്റും എൻ്റെ ഫോർഹെഡ് ഇപ്പോൾ കാണുന്ന ആ ഒരു പ്ലേസൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ കവർ ചെയ്യാറ്. എൻ്റെ ഗ്യാപ്പുള്ള പ്ലേസിലൊക്കെ ഇതുപോലത്തെ ഒരു കവറപ്പ് വെച്ചിട്ടാണ് കവർ ചെയ്യുന്നത്. ഇത് ഞാൻ വാങ്ങിച്ചിട്ടൊരു 2 months ആയിട്ടുണ്ട്. ഞാൻ എപ്പോഴെങ്കിലും യൂസ് ചെയ്യാറ്, ഇങ്ങനെ കാണുമ്പോൾ മാത്രമാണ് യൂസ് ചെയ്യല്, എപ്പോഴും യൂസ് ചെയ്യാറില്ല. ചില ഹെയർ സ്റ്റൈലിൻ്റെ കൂടെ ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യും. അപ്പോൾ ഇതുപോലത്തെ ഒരു റിസൾട്ട് കിട്ടും. നല്ലപോലെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് നല്ലപോലെ കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഹാക്ക്. ഇത് ഒരു നല്ലൊരു പ്രൊഡക്റ്റാണ്. നമ്മൾക്ക് അത്യാവശ്യം ഇപ്പം കല്യാണത്തിനും അങ്ങനെയൊക്കെ പോകുമ്പോൾ ഇതുപോലത്തെ ഏരിയ ഇങ്ങനെ വിസിബിളായിട്ട് കാണുമ്പോൾ നമ്മൾക്ക് ഇതുപോലത്തെ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു നല്ലൊരു ഹെൽപ്ഫുൾ പ്രൊഡക്റ്റാണ്. ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ഇതിനു മുന്നേ ഞാൻ ചെയ്തിരുന്നത് ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചൊരു പ്രൊഡക്റ്റാണ്. ഇതിന് മുന്നേ ഞാൻ ഇങ്ങനെ സ്കാൽപ്പ് കാണുമ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഐ ഷേഡോ ഉള്ള നോർമൽ ഐ ഷേഡോ, അങ്ങനത്തെ ഐ ഷേഡോ പാലറ്റോ അല്ല ഐബ്രോ പാലറ്റോ ഉണ്ടെങ്കിൽ നോർമലി ഒരു ബ്രഷ് എടുത്തിട്ട് അതിനെ കൊണ്ടും ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കും. എവിടെയാണ് വിസിബിളായിട്ട് കാണുന്ന ആ ഒരു ഏരിയയിലേക്ക് ജസ്റ്റ് ഡാബ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് കവറായിക്കോളും. പിന്നെ അതിനെക്കൊണ്ട് വേറൊരു കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ജസ്റ്റ് നമ്മൾ നോർമലി ഹെയർ വാഷ് ചെയ്യുമ്പം അത് പോയിക്കോളും, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ഓക്കെ, ബൈ, ടാറ്റാ.